കേരള സർവകലാശാല രജിസ്ട്രാറെ സസ്പെൻഡ് ചെയ്ത് വിസിയുടെ നടപടിക്ക് സ്റ്റേ ഇല്ല. ഭാരതാംബ എങ്ങനെ മതചിഹ്നമാകുമെന്ന് ചോദിച്ച ഹൈക്കോടതി വിസി അടക്കമുള്ള എതിർകക്ഷികളുടെ മറുപടി പരിഗണിക്കേണ്ടതുണ്ട് എന്ന് ചൂണ്ടിക്കാട്ടി സസ്പെൻഷൻ പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് വിസിക്ക് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദു കത്തയച്ചു. കേരള സർവകലാശാല സെനറ്റ് ഹാളിൽ പത്മനാഭ സേവാ സമിതിയുടെ പരിപാടി റദ്ദാക്കിയ നടപടി അനുചിതമാണെന്ന് ചൂണ്ടിക്കാട്ടിയാണ് വിസി മോഹനൻ കുന്നുമ്മൽ രജിസ്ട്രാറെ സസ്പെൻഡ് ചെയ്തത്. നടപടിയെടുക്കാൻ എന്താണ് കാരണമെന്നും ഹാളിൽ പ്രദർശിപ്പിച്ച മതചിഹ്നമുള്ള ചിത്രം ഏതാണെന്നും കോടതി ആരാഞ്ഞു. എന്തുകൊണ്ടാണ് പരിപാടി റദ്ദാക്കിയതെന്ന് അറിയണമെന്നും കോടതി. സുരക്ഷാ ഉദ്യോഗസ്ഥനാണ് ഇക്കാര്യം അറിയിച്ചതെന്ന് രജിസ്ട്രാർ മറുപടി നൽകി. ഭാരതാംബ എങ്ങനെ മതചിഹ്നമാകുമെന്ന് ചോദിച്ച കോടതി ചിത്രം വെച്ചതുകൊണ്ട് എന്ത് ക്രമസമാധാന പ്രശ്നമാണ് ഉണ്ടാകുകയെന്നും ആരാഞ്ഞു. ചിത്രം കണ്ടപ്പോൾ ഹിന്ദു ദേവതയാണെന്നാണ് സുരക്ഷാ ഉദ്യോഗസ്ഥന് തോന്നിയതെന്ന് ഹർജിക്കാരൻ കോടതിയെ അറിയിച്ചു. ക്രമസമാധാന പ്രശ്നങ്ങൾക്കുള്ള സാധ്യത കൂടി പരിഗണിച്ചാണ് പരിപാടി നിർത്തിയതെന്നും രജിസ്ട്രാർ വ്യക്തമാക്കി. വിഷയത്തിൽ പോലീസിനോടും കോടതി വിശദീകരണം തേടി. സസ്പെൻഡ് ചെയ്യാൻ വിസിക്ക് അല്ല അധികാരം, മറിച്ച് സിൻഡിക്കേറ്റിനാണെന്ന് രജിസ്ട്രാർ കോടതിയെ അറിയിച്ചു. എന്നാൽ നടപടിയെടുത്ത ശേഷം സിൻഡിക്കേറ്റിന്റെ അനുമതി വാങ്ങിയാൽ പോരെ എന്നായിരുന്നു കോടതിയുടെ ചോദ്യം. സസ്പെൻഷൻ ഉത്തരവ് സ്റ്റേ ചെയ്യണമെന്ന രജിസ്ട്രാറുടെ ആവശ്യം കോടതി അംഗീകരിച്ചില്ല. ഹർജിയിൽ വിസി വിശദമായി മറുപടി സത്യവാങ്മൂലം നൽകണം. തിങ്കളാഴ്ച ഹർജി വീണ്ടും കോടതി പരിഗണിക്കും. അതിനിടെ രജിസ്ട്രാറുടെ സസ്പെൻഷൻ ഉടൻ പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് താത്കാലിക വിസിക്ക് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദു കത്തയച്ചു. വിസിയുടെ നടപടി ബാഹ്യസമ്മർദ്ദം കാരണമാണെന്നും സസ്പെൻഷൻ ഉത്തരവുകൾ പുറപ്പെടുവിക്കാൻ സിൻഡിക്കേറ്റിന് മാത്രമാണ് അധികാരമെന്നും കത്തിൽ പറയുന്നു. താത്കാലിക വിസിയായി ചുമതല ഏറ്റെടുത്ത ഡോക്ടർ സിസ തോമസിനാണ് മന്ത്രി കത്തയച്ചത്. വിസി അദ്ദേഹത്തിന്റെ അധികാരങ്ങൾ എന്താണെന്നൊന്നും കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ടല്ല അവിടെ ഇരിക്കുന്നത്. അദ്ദേഹം കേരള സർവകലാശാലയുടെ അക്കാദമിക് കാര്യങ്ങളിൽ കുറെ കൂടി ശ്രദ്ധിച്ച് അദ്ദേഹത്തിൻ്റെ ഉത്തരവാദിത്തങ്ങൾ എന്താണെന്ന് ആദ്യം മനസ്സിലാക്കിയിട്ട് പ്രവർത്തിക്കട്ടെ. സർവകലാശാല ആസ്ഥാനത്തെത്തിയ സിസ തോമസിന്റെ വാഹനം SFI പ്രവർത്തകർ തടഞ്ഞു. പ്രവർത്തകരെ പോലീസ് സ്ഥലത്തുനിന്ന് നീക്കി. സർവകലാശാല ഭേദഗതി ബില്ലിൽ ഒപ്പുവെക്കരുതെന്നാവശ്യപ്പെട്ട് ചാൻസലർക്ക് ABVP കത്ത് നൽകി. കേരള സർവകലാശാല രജിസ്ട്രാർ KS അനിൽകുമാറിന്റെ നിയമനം പുനഃപരിശോധിക്കണമെന്നും കത്തിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് മലയാളം.